ഏവർക്കും യൂണിക് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും തന്ന അതേ ലെവൽ ഇന്ന് മാർക്കറ്റിൽ കറക്റ്റ് രീതിയിൽ കറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത പോലുള്ള മാർക്കറ്റായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. അതായത് ഇന്നലെ തന്നൊരു ലെവലായിരുന്നു ഈ ഒരു ബുള്ളിഷ് മൂവിനുള്ള ഒരു ലെവൽ. കറക്റ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് കിട്ടിയത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്ന് നിഫ്റ്റിയിൽ ഫുള്ള് നമുക്ക് ബുള്ളിഷ് വ്യൂ ആയിരുന്നു. ഫസ്റ്റ് മാർക്കറ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാർക്കറ്റ് ഫസ്റ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ താഴെ വന്നതിന് ശേഷം ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അതുപോലെ തന്നെ സെയിം മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൂവ് വന്നിട്ട് അതിനുശേഷം ഈ ഒരു ലെവലിൽ വന്നിട്ട് ബുള്ളിഷ് മൂവാണ് തന്നത്. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ലെവലുണ്ടായിരുന്നു കറക്റ്റ് മാർക്കറ്റ് ഈ ഒരു ഏകദേശം ഒരു 22,500 22,550 ആ ഒരു ലെവലിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. കറക്റ്റ് ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തത്. നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങളെ കറക്റ്റായിട്ട് നിൽക്കുന്നപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം ആ ഒരു ലെവൽ. ഓക്കെ, കണ്ടോ, ഇന്നലെ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് എടുക്കുന്ന പറഞ്ഞ കറക്റ്റ് ലെവൽ ഇതായിരുന്നു. 22,500 22,550 ഇതിനിടയിൽ ഇവിടെ വരെ മാർക്കറ്റ് ഏകദേശം ഇന്നത്തെ ഒരു മൂവ്മെൻ്റ് ആണ് പറഞ്ഞത്. അവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് അവിടെ, അതായത് അവിടെ സെല്ലേഴ്സ് കുറച്ച് ആക്റ്റീവ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നായിരുന്നു ഇന്നലത്തെ ഞാൻ വ്യൂവിൽ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് വ്യൂ ആയിട്ട് കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റിക്ക് എന്താ പറ്റിയത്? ഒരു തുള്ളൽ പനി വന്ന പോലെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഉണ്ടായത്. അതായത് ഈ 15 മിനിറ്റ് ടൈം ഫ്രെയിം നമുക്ക് നോക്കിയാൽ നല്ല വൃത്തിക്ക് അത് മനസ്സിലാവും. ഇത് കണ്ടില്ല, ഈ 15 മിനിറ്റിൽ ഇതൊന്ന് കണ്ടോ? ബാങ്ക് നിഫ്റ്റിക്ക് തുള്ളൽ പനിയാണ് പിടിച്ചത്. അപ്പ് സൈഡ് നല്ലൊരു മൂവ് തന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡൗൺ സൈഡും പോയില്ല. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു ഡൗൺ പോൾ താഴോട്ട് വന്നത്, ഒരു താപ്പോട്ടൊരു മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം താപ്പോട്ട് വന്നതല്ലാതെ അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഫുള്ള് റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റും വന്നിട്ടില്ല. ഇതിനകത്ത് ട്രേഡ് എടുത്താൽ നമുക്ക് ഒരിക്കലും ഒരു പ്രോഫിറ്റ് ഉണ്ടാകും. പിന്നെ ഇന്ന് നിഫ്റ്റിയിലെ ഈ വന്നൊരു നല്ലൊരു മൂവ്മെൻറ്റ് കണ്ട് എന്നും അതുപോലെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. മാർക്കറ്റിൽ എപ്പോഴും ഒന്നും നല്ല മൂവ്മെൻറ്റ് കാണത്തില്ല. എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് 1-2 ദിവസം നിൽക്കാം. പക്ഷേ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യം വേണം. ഇന്നത്തെ ഒരു ബുള്ളിഷ് മൂവ് നിഫ്റ്റിയിൽ കണ്ടിട്ട് നാളെ ചാടി കയറി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ കറക്റ്റ് വ്യക്തമായി നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ. നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് 100% നമുക്ക് നല്ല വ്യക്തമായ ഉറപ്പ് വേണം. ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും മുകളിലോട്ട് ഉള്ള കാളെടുത്ത് ഉറപ്പായിട്ടും മുകളിലോട്ട് പോകും. അതുപോലെ തന്നെ പുട്ടെടുത്ത് ഉറപ്പായിട്ടും താപ്പോട്ടൊന്ന് 100% ഷുവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡിങ്ങിന് ഒരുങ്ങാവൂ. അല്ലാതെ ഒരിക്കലും ട്രേഡിങ്ങിന് ഒരുങ്ങല്. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിങ് ചെയ്ത് നിങ്ങൾ ഒരു പ്രോഫിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിങ്ങൾക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഫോമായി, നിങ്ങൾക്കും ഉറപ്പാണ് ആ ട്രേഡ് മുകളിലോട്ട് പോകും. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ ലോട്ട് സൈസ് കുറയ്ക്കണം. അത് ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 4 വീലർ വണ്ടി ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ 4 വീലർ വണ്ടി ഓടിക്കുന്നത് പോലെയാണ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ നമ്മൾ ഡ്രൈവിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നു? അതിനകത്ത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു വഴി കൂടെ പോവുക. ആ ഒരു വഴി കൂടെ പോകുമ്പോൾ തന്നെ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ സൈഡ് കൊടുക്കണം? സൈഡ് എവിടെ കൊടുക്കണം? ആ സൈഡ് കൊടുക്കുന്ന സ്ഥലത്ത് സൈഡ് കൊടുത്തേ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം, അതേ സ്ഥലത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്യണം. ഈ ഒരു സെയിം കോൺസെപ്റ്റാണ് അതുപോലെ മാർക്കറ്റിലും വരുന്നത്. നമ്മൾ എടുക്കേണ്ടിടത്ത് തന്നെ കൃത്യമായ സ്ഥലത്ത് ട്രേഡ് എടുക്കുകയും കൃത്യമായ സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുകയും കൃത്യമായ സ്ഥലത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഇവിടെ നമുക്കൊരു വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് നാളത്തെ ബാങ്ക് നിഫ്റ്റി ലെവൽസിലേക്ക് പോകാം. നിഫ്റ്റി 50 നാളത്തെ ലെവല് നാളെ 22,565 മുകളിൽ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡ് വ്യൂ ആണ്. അതിനുശേഷം അടുത്ത ലെവല് 22,612, അടുത്ത ലെവല് 22,674. അതിനുശേഷം നല്ലൊരു ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ വരുന്നത് 22,720 ആണ്. ഇതാണ് നമ്മുടെ അപ്സൈഡിലോട്ടുള്ള നിഫ്റ്റിയുടെ ലെവല്. ഡൗൺ സൈഡ് നിഫ്റ്റി ലെവല് 22,410, 22,410 ഒരു 15 മിനിറ്റിൻ്റെ ഒരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമുക്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൻ്റെ റിവ്യൂ ആണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. നാളത്തെ ദിവസം നിഫ്റ്റിയെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ നല്ലത്.
ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം കുറച്ച് നാളായിട്ട് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൽ. ബാങ്ക് നിഫ്റ്റി ഇപ്പം കുറച്ച് നാളായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടല്ലേ, ഈ ഒരു 5, 6, 7, 5, 6 ഒരു 2 ദിവസം കൊണ്ട് 5, 6 ഈ ഒരു റേഞ്ചിനകത്താണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നിഫ്റ്റി അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി വലിയൊരു ഇൻഡെക്സ് ആണ്. പക്ഷേ നിഫ്റ്റിയിലുള്ളതിൻ്റെ അത്രയും പോലും ഒരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടല്ലേ, ഈ താഴെ നിന്ന് ഈ മേളിലോട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിലൊരു ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഡൗൺ സൈഡിലോട്ടൊരു വ്യൂ നോക്കാവുന്നതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് വ്യൂ 41,696. ഇത് ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്തുള്ള 41,766. അത് കഴിഞ്ഞ് അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒരു അടുത്തൊരു ലെവൽ വരാൻ 41,841. ഇതിന് ശേഷം ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഒരു ലെവൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ലെവൽ പോകും 49,250 പ്ലസിൻ്റെ ഒരു ലെവൽ അപ്സൈഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഡൗൺ സൈഡ് ഒരു മൂവ്മെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 48,000 ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ഒരു മൂവ്മെൻറ്റ് വരുന്നത് 48,255. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. നാളെ വേറൊരു വീഡിയോ കാണുമ്പോഴേക്കും ജയ് ഹിന്ദ്.